ഈ വിജയം ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഉടമ സുഭാഷ് മാനുവൽ. വിജയം നേടാൻ തങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന മാനേജ്മെന്റിന് നന്ദി അറിയിക്കുന്നുവെന്ന് പരിശീലകൻ റൈഫി ഗോമസ്. വിജയത്തിനു ശേഷം ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം ചൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ടീമിൻ്റെ ഉടമ സുഭാഷ് മാനുവലും പരിശീലകൻ റൈഫി ഗോമസും ചേരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരോടും മത്സരത്തിന് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ചില മാജിക്കുകൾ കാണിക്കാനുണ്ട് എന്നുള്ളത്. അത് യാഥാർത്ഥ്യമായി? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും മാജിക്സ് ഞങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരുടെയും ആദ്യം തൊട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് പിള്ളേരിലൊരു എക്സ് ഫാക്ടർ പുറത്തേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ആ ഒരു മാജിക് ഗ്രൗണ്ടിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തിയറിറ്റിക്കലി പറഞ്ഞെങ്കിലും പ്രാക്ടിക്കലായിട്ട് ആ സാധനം പുറത്ത് കൊണ്ടുവന്നത് ഇവരുടെ ഒരു ടീം എഫേർട്ടാണ്. ദാറ്റ്സ് അൺബിലീവബിൾ. കാരണം നമ്മൾ വേറെ ഒത്തിരി കോച്ചിങ് ടീംസിനോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ ടീമിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടും ഇവരുടെ ആ ഒരു വൈബും ഭയങ്കര സിൻസിയറായിട്ടാണ് ടീമിൻ്റെ കൂടെ നിൽക്കുന്നത്. വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എങ്ങനെ ഇപ്പോൾ തന്നെ ഞങ്ങൾ അവസാനം പറയുമായിരുന്നു, ഈ പിള്ളേർക്ക് നാളെ രാവിലെ കൈ വറയ്ക്കും മാച്ചില്ലെങ്കിൽ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം അത് തന്നെയാണ് നേരത്തെ സുഭാഷി പറഞ്ഞ പോലെ തന്നെ ഒരു മാജിക് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ സംസാരിച്ച കാര്യം അതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സഞ്ജു നമ്മുടെ ടീമിലേക്ക് വരുന്നത്. അന്ന് നമ്മളിതുപോലെ ഒരു ചാറ്റ് തന്നിരുന്നു. അപ്പോൾ അന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ മിറാക്കിൾസ് ആൻഡ് മാജിക് അത് നടക്കണം. നമുക്കറിയാലോ, കടുകുമണിയോളം ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് മലയും നീക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ഇത്തവണ നമ്മൾ ഈ ചാമ്പ്യൻസ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഒരു 15-20 പുതിയ ക്രിക്കറ്റേഴ്സിനെയാണ് നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുമ്പിലേക്ക് നമ്മൾ സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും KBTയിൽ നിന്നും ഇതുപോലത്തെ ഒരുപാട് മാജിക്കുകൾ നമുക്ക് ഇനിയും വരുന്ന സീസണുകളിൽ പ്രതീക്ഷിക്കാം. സഞ്ജു വിളിച്ചിരുന്നോ? സഞ്ജുവിൻ്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ? ഇതുവരെ ഒന്നുമില്ല. കാരണം തീർച്ചയായിട്ടും അദ്ദേഹം ഇത് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം എത്രയോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇതുപോലുള്ള എത്രയോ ഈ ഇവൻറ്റ്സും മീൻസ് കഴിഞ്ഞിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അതുകൊണ്ട് പുള്ളി ഓബിയസ്ലി തിരക്കൊക്കെ കഴിയാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും പുള്ളിനെയൊക്കെ വിളിക്കാൻ. ഇതിന് ശേഷം ഏഷ്യ കപ്പ് പോകാൻ ടീം മൊത്തമായി പോകുന്നുണ്ടെന്നൊരു സൂചന കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പലർക്കും പാസ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞു. അതെടുത്തിട്ട് ഞങ്ങൾ എന്തായാലും അവിടെ ചെല്ലും. അപ്പോൾ സഞ്ജു ഭായ് വി ആർ കമ്മിങ്. ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വിനൂപ്, ആഷിഖ്, നിഖിൽ ഇവരൊക്കെ എപ്പോൾ വേണമെങ്കിലും മത്സരത്തെ മാറ്റിമറിക്കാം കഴിവുള്ള താരങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഈ ഫൈനലിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അത്ര ഫിയർലെസ് ആയിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത്, എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു സപ്പോർട്ടാണ് നമ്മൾ ടീമിൽ നിന്ന് നൽകിയത്. കാരണം അവിടെ പോയി എക്സ്പ്രസ് ചെയ്യാൻ അതിൽ തുടക്കത്തിലെ ട്രെയിനിങ്ങിൽ ഒരുപാട് സമയം അവരുടെ ചിലവഴിച്ചിരുന്നു. ഡിഫറെൻറ്റ് രീതിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ട്രെയിൻ ചെയ്യുക. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ സപ്പോർട്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ഇത്രയും മികച്ച രീതിയിൽ ആ ഒരു ഫയറോട് കൂടി എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നിഖിലേഷ്, നിങ്ങൾ ഒരുമിച്ചാണ് ഒരു അക്കാഡമിയിൽ ഇത് ചെയ്യുന്നത്. എതിരാളികൾ അവരായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ അതങ്ങനെയാണല്ലോ. കാരണം നമ്മളെല്ലാവരും പരസ്പരം ഒരുമിച്ച് കളിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ച ആൾക്കാർ. അപ്പോൾ ഒരു ഗെയിമിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഗെയിമിനെ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നു. വെല്ലുവിളികളോ അങ്ങനെയൊന്നും ഇല്ലാതെ ഗെയിമിനെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ റോൾ എത്ര നന്നായിട്ട് ചെയ്യാം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ വെച്ച് എങ്ങനെ നന്നായിട്ട് ചെയ്യാം, അതിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അല്ലാതെ പുറത്തെ കാര്യങ്ങൾ ഓക്കെ ഇന്ന ടീമിനെ വെല്ലുവിളിക്കണം, അവരിങ്ങനെ നോ, വി റെസ്പെക്ട് ദ ഗെയിം, വി റെസ്പെക്ട് ദ ഒപ്പോണൻസ്. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇത് തന്നെ, അടുത്ത വർഷം ഇത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവരെയും റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ല കളിച്ച ആൾക്കാർക്കൊക്കെ നല്ല എന്താ പറയുക, അപ്പുറത്ത് മറ്റു ടീമുകളെല്ലാം വിളിക്കും. അപ്പം ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് പോയിട്ട് വേറെ പുതിയ ആൾക്കാർ വരികയാണെങ്കിൽ കുറച്ച് പേരെങ്കിലും പോകും. അവർക്ക് പകരം വരുന്ന ആൾക്കാരെയും ഇതേ ഒരു ലെവൽ ഓഫ് ഫിയർലെസ് ക്രിക്കറ്റിലേക്ക്, ആ മാജിക്സ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക്. കാരണം ഇത് KCL എന്ന് പറയുന്നത് ഒന്നുമല്ല, ഇത് വെറുതെ ഒരു ബ്രിഡ്ജ് മാത്രമാണ്. അതായത് നമ്മുടെ കേരളത്തിലുള്ള ടാലൻ്റുള്ള പിള്ളേർക്ക് IPL-ലേക്കും ഇന്ത്യൻ ടീമിലേക്കും ഒക്കെ പോകാനുള്ള ഒരു അവസരം മാത്രമാണ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഗ്ലാമറും എല്ലാം. ഇത് നമ്മളെല്ലാവരും കൂടി ഇത് ആഘോഷിക്കുക, അങ്ങനെയുള്ള പിള്ളേരെ നമ്മൾ വളർത്തിയെടുക്കുക. അവർ വലിയ ആൾക്കാർ IPL ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കട്ടെ. നമുക്കൊന്നും പറ്റാ, ഇവർക്കൊക്കെ പറ്റിയെങ്കിലും ഞങ്ങൾക്കൊന്നും പറ്റാത്തത് സുഭാഷ് ചേട്ടൻ നല്ലൊരു പ്ലെയർ കൂടിയാണല്ലേ? ഉറപ്പായിട്ടും. കാരണം അവരിപ്പോൾ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതിൽ സുഭാഷ് ഞാൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ ഇതാണ് ക്രിക്കറ്റിനെ അത്രത്തോളം ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരു ടീം വാങ്ങിച്ച് വേണ്ട പ്ലാറ്റ്ഫോമാണ് ബാക്കിയുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ എത്രയോ പ്ലേയേഴ്സാണല്ലേ ബ്ലെസ്ഡ് ആയിരിക്കുന്നത്. കാരണം അപ്പം അവരുടെയൊക്കെ ബ്ലെസ്സിങ് എല്ലാവർക്കും കിട്ടുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിന് ഹാറ്റ്സ് ഓഫ് ടു സുഭാഷ്. നമ്മൾ മത്സരത്തിന് മുമ്പ് പറഞ്ഞിരുന്നു, മത്സരത്തിന് ശേഷം വിജയിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ ഇനി അടുത്ത വർഷവും നമുക്ക് കിരീടം ചൂടട്ടെ എന്ന് ആശംസിക്കുന്നു. കാര്യവട്ടം സ്റ്റേഡിയത്തിനുള്ളിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം MD കുമാർ, ജനം.